നമ്മളെല്ലാം ഷാർജ ബുക്ക് ഫെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നവംബർ 6 മുതൽ 17 വരെ നടക്കുന്ന ഈ മേളയുടെ അവസാന ദിവസമായി ഇന്നാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ കാണുന്ന ജനക്കൂട്ടം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഈ വർഷം 112 രാജ്യങ്ങളിൽ നിന്നുള്ള 2520 പ്രസാധകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്നതാണ് ഈ വർഷത്തെ മേളയുടെ തീം. അതാണ് ഈ എല്ലാ വൈവിധ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അടിസ്ഥാന കാരണം. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, മലയാള പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. മഹാകവികളുടെ കൃതികൾ മുതൽ വർത്തമാനകാലത്തുള്ള എഴുത്തുകാരുടെ ശ്രദ്ധേയമായ പുസ്തകങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ്. മലയാളത്തിലെ പ്രമുഖരായ മിക്കവാറും എല്ലാ പ്രസാധകരുടെയും സ്റ്റോളുകൾ ഇവിടെയുണ്ട്. ലോകത്തിലെ പ്രമുഖരായ പല എഴുത്തുകാരെയും സെലിബ്രിറ്റികളെയും വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പലരെയും നമുക്കിവിടെ കാണാം. വെറും പുസ്തകമേള മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റിനും അറിവിനുമായി നിരവധി സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട്. പാനൽ ഡിസ്കഷനും സ്റ്റോറി ടെല്ലിങ്ങും ബുക്ക് സെയിൽ ചെയ്യൽ സെഷനും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലോ ഇതൊരു ക്യൂരിയോസിറ്റി സ്ട്രീറ്റാണ്. ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകളും ആകർഷകമായ ഗെയിംസും അതിനൊപ്പം തന്നെ ഭക്ഷണപ്രേമികൾക്കായി ഒരുപാട് ഓപ്ഷനുകളുമുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ തന്നെ ഈ സ്വാദുകൾ ശരിക്കും കൊതിയൂർന്നവയാണ്. ഇന്ന് ഈ ഷാർജ പുസ്തകമേള അവസാനിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും മനസ്സിൽ വലിയ പ്രചോദനമായിരിക്കും. മലയാളികൾക്ക് ഏറ്റവും പ്രിയമായ നമ്മുടെ ഭാഷയും സാഹിത്യവും ഇവിടെ വലിയ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഏറെ അഭിമാനകരമാണ്. അടുത്ത വർഷം ഷാർജ ബുക്ക് ഫെസ്റ്റിൽ ബ്രാൻഡിങ്ങിനെക്കുറിച്ചും മാർക്കറ്റിങ്ങിനെക്കുറിച്ചും ഒരു ബുക്ക് പ്രകാശനം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഈ മേളയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും കാഴ്ചപ്പാടുകളും അറിവുകളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ. കൂടുതൽ ആളുകളിലേക്ക് കടലിനക്കരെയുള്ള ലോകത്തിലെ വലിയ പുസ്തകമേളയെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ.